നമ്മൾ സ്വപ്നങ്ങളിൽ മാത്രം ചെയ്തിട്ടുള്ള അതിസാഹസികമായ കാര്യങ്ങൾ ചെയ്ത റിയൽ ലൈഫ് ഹീറോ ആണ് ബിയർ ഗ്രിൽസ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ഫിയർലെസ്സും സ്ട്രോങ് മൈൻഡ് സെറ്റുമുള്ള ആളായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു സമയത്ത് അദ്ദേഹം വീക്കും ആങ്ഷ്യസും ഡിപ്രഷനിലുമൊക്കെ പെട്ടുപോയിരുന്നു. തന്റെ ആത്മകഥയായ മഡ് സ്വീറ്റ് ആൻഡ് ടിയേഴ്സ് എന്ന പുസ്തകത്തിൽ ബിയർ ഗ്രിൽസ് പറഞ്ഞ ഒരു കാര്യമാണ്: ഭയം നിങ്ങളെ പുറമേ ശക്തിയുള്ളവരായി അഭിനയിക്കാൻ നിർബന്ധിതരാകുന്നു, എന്നാൽ അകമേ ദുർബലരുമാക്കുന്നു. ബിയർ ഗ്രിൽസ് ഏറ്റവും അധികം പേടിച്ചിരുന്നത് ഉയരത്തെയായിരുന്നു. അതിനെ അക്രോഫോബിയ എന്ന് പറയും. എന്നാൽ അതിശയകരമായ ഒരു കാര്യം എന്തെന്നാൽ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പരിപാടിയിലെ എല്ലാ എപ്പിസോഡുകളുടെ തുടക്കത്തിലും ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് ചാടുകയാണ് ചെയ്യാറ്. ബിയർ ഗ്രിൽസ് യുകെയുടെ സ്പെഷ്യൽ ഫോഴ്സസ് ആയ SAS-ന്റെ ഭാഗമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പാരച്യൂട്ടിങ്ങിന്റെ ഒരുപാട് എക്സ്പീരിയൻസ് ലഭിച്ചു. 21 വയസ്സുള്ള ബിയർ ഗ്രിൽസ് 1996 സാംബിയയിൽ വെച്ച് നടന്ന ഒരു മിഷന്റെ ഭാഗമായി 16,000 ഫീറ്റ് ഉയരത്തിൽ നിന്നും ചാടുകയുണ്ടായി. എന്നാൽ ഈ സമയം അദ്ദേഹത്തിന്റെ പാരച്യൂട്ട് പൂർണ്ണമായി തുറന്നില്ല. അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്നും ചാടിയതിനു ശേഷം കൃത്യമായ ഉയരത്തിലെത്തിയപ്പോൾ പാരച്യൂട്ട് തുറന്നു. എന്നിട്ടും അദ്ദേഹം വേഗത്തിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോൾ പാരച്യൂട്ട് പൂർണ്ണമായും തുറന്നിട്ടില്ല എന്ന് മനസ്സിലായി. പാരച്യൂട്ടിന്റെ റോപ്സൊക്കെ വലിച്ചു നോക്കിയെങ്കിലും താഴെ വന്ന് മരങ്ങളിലൊക്കെ തട്ടി അദ്ദേഹം വീഴുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പുറംഭാഗത്ത് നല്ല പരിക്ക് പറ്റുകയുണ്ടായി. അദ്ദേഹം വേദന കൊണ്ട് പുളയുകയായിരുന്നു. ഇത്രയും ഉയരത്തിൽ നിന്ന് വീണിട്ടും അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അദ്ദേഹത്തെ അനങ്ങാനും പോലും സാധിച്ചില്ല. അദ്ദേഹം അവിടെ കിടന്ന് വേദന കൊണ്ട് ഉറക്കി കരയുകയായിരുന്നു. കൂടെയുള്ളവർ രക്ഷിക്കാൻ എത്തുമെന്ന വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. വേദന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ വേദന സഹിക്കുന്നതിലും മരണമായിരുന്നു നല്ലതെന്ന് അദ്ദേഹം കരുതി. എന്നാൽ അതും സംഭവിച്ചില്ല. കൂടെയുള്ളവർ വന്ന് രക്ഷിച്ച് അദ്ദേഹത്തെ ആഫ്രിക്കയിലുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ നടുഭാഗത്ത് ഇഞ്ചക്ഷൻ വെച്ചത് അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നു. വേദന പതിയെ കുറയുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിച്ച അദ്ദേഹം എണീറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല. അപ്പോഴാണ് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഇനി നടക്കാൻ സാധിക്കില്ല എന്ന്. ഇത് കേട്ട് 21 വയസ്സുകാരനായ ബിയർ ഗ്രിൽസിന് തന്റെ ലോകം തന്നെ അവസാനിച്ചതുപോലെയാണ് തോന്നിയത്. എക്സ്റേ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്പൈനിലെ T8, T10, T12 എന്നീ എല്ലുകൾ പൊട്ടിയതായി കണ്ടെത്തി. നട്ടിലിന്റെ ഏറ്റവും ശക്തമായ 3 അസ്ഥികളായ ഇവ ഗുരുതരമായ രീതിയിൽ പൊട്ടിപ്പോയിരുന്നു. വലിയ വലിയ കുന്നും മലകളും കീഴടക്കിയിരുന്ന വ്യക്തിക്കിപ്പോൾ വീട്ടിലെ ബാത്റൂം വരെ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയായി. പാരച്യൂട്ടിൽ നിന്നും വീണതിനേക്കാൾ വേദന സഹിച്ചാണ് അദ്ദേഹം 1 വർഷം മുഴുവൻ ഈ അസ്ഥികളെ യോജിപ്പിക്കുന്നതിനായി ആശുപത്രിയിൽ കഴിഞ്ഞത്. ആശുപത്രി കിടക്കയിൽ ഇരുന്ന് ഇനി ഒരിക്കലും നടക്കാൻ സാധിക്കില്ലായിരിക്കും എന്ന് കരുതിയ ദിവസങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം തന്നെ അഡ്വഞ്ചറായിരുന്നു. ഈ പരിക്കുകൾ ലോകം ചുറ്റി കാണുക എന്ന അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യത്തെ തന്നെ വിദൂരമാക്കി. ഇതൊക്കെ ആലോചിച്ച് അദ്ദേഹത്തിന് രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കുമായിരുന്നില്ല. ആങ്സൈറ്റി കാരണം വിയർത്ത് കുളിച്ച് ശ്വാസം മുട്ടി കഴിയേണ്ടി വന്നു. 2 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ മെച്ചമൊന്നും ഉണ്ടായില്ല. പകരം അത് വീണ്ടും മോശമാവുകയാണ് ചെയ്തത്. വേദന കൂടിക്കൂടി വന്നു. അദ്ദേഹത്തിന്റെ ശരീരം തളർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് സ്വയം വെറുപ്പ് തോന്നി തുടങ്ങി. എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവായി കാണാൻ തുടങ്ങി. എല്ലാത്തിനോടും ദേഷ്യം തോന്നുക, എപ്പോഴും സങ്കടം വരിക. അങ്ങനെ അദ്ദേഹം ഡിപ്രഷനിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. വളരെ പോസിറ്റീവായ ധീരനായ ഒരാളായിട്ടാണ് ബിയർ ഗ്രിൽസിനെ എല്ലാവരും കണ്ടിരുന്നത്. അദ്ദേഹം ഈ അവസ്ഥയെ ധൈര്യപൂർവ്വം നേരിടുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ വാസ്തവത്തിൽ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. 21-കാരനായ അദ്ദേഹം പേടിച്ചു പോയിരുന്നു. ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് ആശങ്കകളേറെയായിരുന്നു. സ്വപ്നങ്ങളെല്ലാം തന്റെ മുന്നിൽ തന്നെ മങ്ങിപ്പോകുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഒരു ദിവസം അർദ്ധരാത്രിയിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു അദ്ദേഹത്തിന് ദൂരെ വെച്ചിരുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ശ്രദ്ധയിൽപ്പെട്ടു. അത് മൗണ്ട് എവറസ്റ്റ് ചിത്രമായിരുന്നു. കുട്ടിക്കാലം മുതലേ തന്നെ ബിയർ ഗ്രിൽസിനും അദ്ദേഹത്തിന്റെ അച്ഛനുമുള്ള വലിയ ആഗ്രഹമായിരുന്നു മൗണ്ട് എവറസ്റ്റ് കീഴടക്കുക എന്നത്. പൊടി നിറഞ്ഞ ആ ചിത്രം കണ്ടപ്പോൾ തന്റെ സ്വപ്നങ്ങളിലും പൊടി നിറഞ്ഞു പോയതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഇത്. അന്ന് രാത്രി അദ്ദേഹത്തോടൊപ്പം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം കട്ടിലിൽ നിന്ന് എണീറ്റ് വാക്കറിന്റെ സഹായത്തോടെ ആ ചിത്രത്തിന്റെ അടുത്തുവരെ നടന്നു ചെന്ന് ഫോട്ടോയിലെ പൊടി തുടച്ച് വൃത്തിയാക്കി. ഇനി ജീവിക്കാനുള്ള ധൈര്യം എങ്ങനെ നേടിയെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയും ചെയ്തു. ഈ സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിയുകയുണ്ടായി. വല്ലാത്ത ധൈര്യവും പകർന്നു നൽകി. പിറ്റേന്ന് രാവിലെ ഉറക്കമെണീറ്റപ്പോൾ തന്റെ അമ്മവും പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണ്. ദുഃഖത്തിനും വേദനയ്ക്കും കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. ജീവിതത്തിൽ എന്തൊക്കെ തന്നെ നേരിടേണ്ടി വന്നാലും എല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് സംഭവിക്കുന്നത് എന്ന് കരുതുക. ദൈവം ഒരിക്കലും ആരെയും കൈവിടിയില്ല. അദ്ദേഹം ഈ അവസരത്തിൽ അമ്മമ്മ പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. അപകടത്തിൽ അദ്ദേഹം മരണപ്പെടുമായിരുന്നു.
എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. അതിനർത്ഥം ദൈവം എന്തോ നല്ലത് കരുതി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്ന് ബിയർ ഗ്രിൽസ് വിശ്വസിച്ചു. ഇതിനുശേഷം ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന അദ്ദേഹത്തിന്റെ ആശങ്ക ഇല്ലാതായി തുടങ്ങി. ഓവർ തിങ്കിങ് കുറഞ്ഞപ്പോൾ മനസ്സിന് ശാന്തി ലഭിച്ചു. അതിലൂടെ അദ്ദേഹത്തിന്റെ സ്ട്രെസ്, നെഗറ്റിവിറ്റി തുടങ്ങിയവയും കുറഞ്ഞു. ശരീരത്തിനെ നേരെയാക്കുന്നതിനു മുന്നേ അദ്ദേഹം സ്വന്തം മനസ്സിനെ നേരെയാക്കി തുടങ്ങി. മൈൻഡ് സ്ട്രോങ് ആയതോടുകൂടി ശരീരം തന്നെ താൻ ഹീലാക്കാൻ തുടങ്ങി. അസ്ഥികളൊക്കെ വേഗത്തിൽ യോജിക്കാൻ തുടങ്ങി. ബിയർ ഗ്രിൽസിന് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആഡ് എമിസ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. ചിലപ്പോഴൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തികളിലൂടെ ജനനവും മരണവും പുനർജന്മവും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ അപകടത്തിലൂടെ നിന്റെ പുനർജന്മമാണ് ഉണ്ടായത്. അതിലൂടെ പാസ്റ്റിനെ പറ്റിയോ ഭാവിയെ പറ്റിയോ യാതൊരുവിധ ചിന്തയുമില്ലാത്ത പ്രസന്റിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സായിരിക്കും പുതുതായി ജനിക്കുക. ബിയർ ഗ്രിൽസ് പറഞ്ഞൊരു കാര്യമാണ്, ജീവിതം നമുക്ക് രണ്ടാമതായി അവസരങ്ങൾ തരാറില്ല. ഇനി നിങ്ങൾ അങ്ങനെ രണ്ടാമതൊരു അവസരം ലഭിച്ച ആളാണെങ്കിൽ തീർച്ചയായും നന്ദിയുള്ളവരായിരിക്കുക. അദ്ദേഹം സ്വന്തം ജീവിതത്തിനായും ഒഴിഞ്ഞുപോയ നടുവിനായും സ്വപ്നങ്ങൾക്കായും ഒക്കെ നന്ദിയുള്ള ആളായിരുന്നു. അദ്ദേഹം മൗണ്ട് എവറസ്റ്റിന്റെ ചിത്രം കയ്യിലെടുത്തുകൊണ്ട് മനസ്സിലുറപ്പിച്ച കാര്യമാണ്, ആരോഗ്യനില ശരിയായ ഉടനെ മൗണ്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുമെന്ന്. ഇത്രയധികം ആഴത്തിലുള്ള ഡിപ്രഷനിൽ നിന്ന് അദ്ദേഹത്തെ കരകയറ്റിയത് അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു. ജീവിക്കാൻ യാതൊരു തരത്തിലുള്ള പ്രചോദനവും ഇല്ലാതിരുന്ന സമയത്ത് പതിയെ എണീറ്റ് നടന്ന അദ്ദേഹം മൗണ്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമായി മാറിയത്. ചുറ്റിലുള്ളവരുമായി തന്റെ ഈ ലക്ഷ്യം പങ്കുവെക്കുമ്പോഴൊക്കെ മറ്റുള്ളവർ അത് ഇഗ്നോർ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹം തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു. ശരീരത്തിനെയും മനസ്സിനെയും ദൃഢമാക്കി തിരികെ കൊണ്ടുവരാനായി അദ്ദേഹത്തിന് ലഭിച്ച ഒരു ലക്ഷ്യമായിരുന്നു ഇത്. 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വേദന കുറഞ്ഞു തുടങ്ങുകയും 8 മാസമായപ്പോൾ അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. 1 വർഷം കൊണ്ട് അദ്ദേഹം പൂർണ്ണമായും സുഖപ്പെട്ടു. സ്പെഷ്യൽ ഫോഴ്സസിൽ വീണ്ടും പരിശീലനത്തിന് പോകരുതെന്ന് ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വേറെ ജോലികളൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പണവുമില്ലായിരുന്നു. എന്നാൽ സ്വന്തം സ്വപ്നം സഫലീകരിക്കുന്നതിന് അദ്ദേഹത്തിന് 25 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഈ തുക അദ്ദേഹത്തിന് പരിശീലനത്തിനും മൗണ്ട് എവറസ്റ്റ് കയറാനുള്ള സാധന സാമഗ്രികൾ വാങ്ങുവാനും ഉപയോഗിക്കാൻ ഉള്ളതായിരുന്നു. അതിന്റെ സ്പോൺസർഷിപ്പിനായി അദ്ദേഹം ഏകദേശം 250ഓളം കമ്പനികൾക്ക് പ്രപ്പോസൽ എഴുതി അയച്ചു. എന്നാൽ എല്ലാ കമ്പനികളും അത് റിജക്ട് ചെയ്തു. 250 തവണ റിജക്ഷൻ ഫേസ് ചെയ്തതിനു ശേഷം അദ്ദേഹം പിന്മാറിയില്ല. ഒരുപാട് ആളുകളുമായി സംസാരിച്ചു, എന്നിട്ടും നിരാശയായിരുന്നു. അതിനുശേഷം SSAFA ആംഡ് ഫോഴ്സസ് ചാരിറ്റി അദ്ദേഹത്തിന്റെ ഈ സ്വപ്നം സഫലമാക്കുന്നതിനായി സഹായിച്ചു. പാരച്യൂട്ടിംഗ് ആക്സിഡന്റ് കഴിഞ്ഞ് 18 മാസങ്ങൾക്ക് ശേഷം 1988 മെയ് 16 അദ്ദേഹം തന്റെ ചെറുപ്പം മുതലുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചു. ബിയർ ഗ്രിൽസിന്റെ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ കഥയും വളരെയധികം വ്യത്യസ്തമായ ഒന്നാണ്. ആ യാത്രക്കിടയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 4 പേരുടെ ജീവൻ നഷ്ടമായി. 2 തവണ അദ്ദേഹം മരണത്തെപ്പോലെ ഭയാനകമായ അനുഭവങ്ങൾ നേരിട്ടു. അതിൽ നിന്നൊക്കെ അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം 23 വയസ്സിൽ മൗണ്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ബ്രിട്ടനിലെ യങ്ങസ്റ്റ് പേഴ്സണായി മാറി. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ കഥ വളരെയധികം പ്രസിദ്ധി നേടി. സെമിനാറുകളിൽ പ്രഭാഷകനായി അദ്ദേഹത്തെ ആളുകൾ വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഡോക്യുമെന്ററീസ് വരെ ഇറങ്ങി. ഫൈനലി ഡിസ്കവറി ചാനലിൽ നിന്നും മാൻ വേഴ്സസ് വൈൽഡ് എന്ന പരിപാടിയിലൂടെ ലോകമെമ്പാടും അറിയപ്പെടുന്ന പ്രസിദ്ധിയിലേക്ക് അദ്ദേഹം എത്തി. നിങ്ങൾക്കും ഇതുപോലെ ഒരാളാകാൻ തീർച്ചയായും സാധിക്കും.